ഉത്തമവും ശുഭകരവുമാണ് സകലതും. ഇനി വന്ന കാര്യം നടന്നു വെച്ച് മുമ്പോട്ട് നടക്കുക. വേദപുരം ഗ്രാമമല്ലേ ഇത്? അതെ. കില്ലാടിമാരുടെ വീട്ടിലേക്ക് പോകാനുള്ള വഴി അതാ. ഏത് വീടാ? കില്ലാടി. എടാ, നമ്മുടെ പഴയ കിണർ മേച്ചന്മാരുടെ കാര്യം ഇവരീ പറയുന്നത്. അവിടെ ആരെ കാണാനാ? ശ്രീകണ്ഠൻ കില്ലാടിയുടെ മകൻ സുന്ദരൻ കില്ലാടിയെ. ഈ കില്ലാടി എന്ന് പറഞ്ഞാൽ ഇവിടെ ആർക്കും മനസ്സിലാവത്തില്ല. പ്രേമേന്ദ്രൻ എന്ന് പറയണം. ആളിപ്പതേ ആ വായനശാലയിലുണ്ട്. സീതയും കെട്ടോണ്ട് പോകാൻ തുടങ്ങുക. പുഷ്പവിമാനത്തിൽ. മനസ്സിലായില്ലേ? അവിടെ നാടക റിഹേഴ്സൽ നടക്കുക. ജഡായു പുഷ്പവിമാനം തടയുന്ന ഭാഗം. ചെല്ല് ചെല്ല്. ശ്രീരാമഭക്തിയെ കട്ടുകൊണ്ട് ആകാശമാർഗേ ഗമിക്കുന്ന തസ്കര, വൈദേഹിയെ കൊണ്ടുപോവാൻ വിടില്ല ഞാൻ മൂട നിശാചര. ഇതെന്താണ് പുറത്ത് വേറൊരു പുരാണ നാടകം? അല്ലേ, എന്താ? ഞങ്ങൾക്ക് സുന്ദര കില്ലാടി ഒന്ന് കാണണം. ഇത് എന്താ എന്താ കാര്യം പറ. നേരിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനാ. ഓ, മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ഇങ്ങോട്ട് വാ. ലാടന്മാരുടെ സെറ്റാ. നമ്മൾ നാടകം ആദ്യമായിട്ട് ബുക്ക് ചെയ്യാൻ വന്നിരിക്കുക. കരിങ്കൊരുങ്ങ രസായനത്തിന്റെ പൂത്താശുള്ളവരാ. വല്ലണ്ടാം ദൂരത്തിലും ചെന്ന് കളിക്കാനായിരിക്കൂ. പിന്നെ നിന്റെ കുടുംബ പേരൊക്കെ പറഞ്ഞിട്ട് റേറ്റ് കുറയ്ക്കാനുള്ള ശ്രമ. പൊന്നും മോനെ, കാശ് കുറയ്ക്കല്ലേ. ഇതിലെ പിടിച്ചോ. ആരാ? എന്താ തിരക്കിത്? കില്ലാടി കുടുംബത്തിലെ സുന്ദരൻ കില്ലാടി തന്നെ അല്ലേ? അതെ. എന്താ കാര്യം? ഇങ്ങോട്ട് വന്നിട്ട് കാര്യമൊക്കെ പറയാം. വന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് എല്ലാം പറയാം. കാര്യം പറഞ്ഞു. അങ്ങോട്ട് അങ്ങോട്ട് കാലില് വീണോണ്ടൊന്നും റേറ്റ് കുറയ്ക്കൂല. 107 കിലോമീറ്റർ കാൽനടയായി വന്നവരാ ഞങ്ങള്. കിനാവൂർ എന്ന ദേശത്തെ സ്വപ്നഭൂമി എന്ന് പറയുന്ന ഗ്രാമത്തിൽപ്പെട്ടവരാ. അവിടെ 403 കുടുംബങ്ങളുണ്ട്. അതിൽപ്പെട്ട 12,000-ൽ പരം മനുഷ്യര് ഈ ലോകത്തിലെ ഒരേ ഒരാളുടെ കാരുണ്യത്തിന് വേണ്ടി കാത്തിരിക്കുക. കാരുണ്യോ? ആരുടെ കാരുണ്യത്തിന്റെ കാര്യം? ഈ നിൽക്കുന്ന സുന്ദരകില്ലാടിയുടെ കാരുണ്യം തന്നെ. ഞങ്ങളുടെ സ്വപ്നഭൂമി വെള്ളമില്ല. വർഷങ്ങളായിട്ട് ഞങ്ങൾ വെള്ളം കുടിച്ചിരുന്നത് സൈരന്ത്രി നദിന്നാണ്. സൈരന്ത്രി ഡാമിന്റെ പണി കഴിഞ്ഞപ്പോ കാവേരിയുടെ കൈവഴിയായ ഞങ്ങളുടെ സൈരന്ത്രി നദിയുടെ ഗതി റിസർവോയിലൂടെ തിരിച്ചുവിട്ടു. അങ്ങനെ ഞങ്ങളുടെ സ്വപ്നഭൂമി മരുഭൂമിയാകുക. സംഭാവന എന്ന് പറഞ്ഞാ ഞങ്ങളും ആകെ ടൈറ്റിലാണേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കിനി നാക്ക് നനയ്ക്കാൻ പോലും വെള്ളമില്ലാത്ത ഒരു അവസ്ഥയാണ് വരാൻ പോണത്. സർക്കാർ ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്. ഒരു ഫലവും ഇല്ല. ഇവിടുന്ന് ഞങ്ങളെ കൈവിടരുത്. ഹായ്, അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? അത് കൊള്ളാം. പാതാള ദേവതമാരെ ഉപാസിച്ച് ഭൂമിക്കടിയിലെ 300 കോടി നീർപ്പെരുമാറ്റങ്ങളുടെ കൈയും കണക്കും മനപ്പാടമാക്കിയ വേദപുരം കില്ലാടി കുടുംബത്തിലെ ഇളമുറക്കാരനാണോ ഞങ്ങളോട് ഇങ്ങനെ ചോദിക്കുന്നത്? മാമൂല് പ്രകാരം കിണർ കുത്താൻ വിധിച്ചിട്ടില്ലാത്ത ഭൂമിയാ ഞങ്ങളുടേത്. പക്ഷേ വെള്ളം മുട്ടി മരിക്കാൻ പോകുമ്പോ ഞങ്ങള് മാമൂല് നോക്കിയിരുന്നാൽ എങ്ങനെയാ? ഇതിനകം പലരെയും കൊണ്ടുവന്ന് കിണർ കുത്താൻ പല സ്ഥലത്തും ശ്രമിച്ചു നോക്കി, ഫലിച്ചില്ല. ശ്രീകണ്ഠൻ കില്ലാടി ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിന്റെ ഒരു മകനെ എപ്പോഴും ഉള്ളൂ എന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു. എങ്ങനെങ്കിലും ഈ കിണർന്ന് കുത്തി തന്നെങ്കിൽ. അയ്യോ, ഞാനോ? എനിക്ക് കിണറിന്റെ ABCD പോലും കുത്താൻ അറിയില്ല. കിണർ കുത്തുന്ന പാരമ്പര്യമൊക്കെ അച്ഛനപ്പന്മാരോട് തീർന്നു. ഞങ്ങൾ ആരും ഒന്നും പഠിച്ചിട്ടില്ല. കില്ലാടി കുടുംബത്തിലെ ഒരു കുട്ടി മുട്ടുസൂചിയിട്ട് നിലത്തൊരു കുത്തിയാ മതി ജലദേവത ഭരണകുംഭം ഉയർത്താൻ എന്നാ വിശ്വാസം. അതൊക്കെ പഴയ വിശ്വാസങ്ങളല്ലേ. ഇപ്പോഴതൊക്കെ പറഞ്ഞിട്ടെന്താ കാര്യം? കില്ലാടി ഞങ്ങളെ ഉപേക്ഷിക്കരുത്. ഏക അഭയ. ഞാൻ ചെയ്യാം, പക്ഷെ എനിക്കൊന്ന് ആലോചിക്കണം. അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഞാനിപ്പോ വരാം. ഇപ്പൊ വരാം. ഒന്ന് മാറിയേ. നിക്ക്. പിന്നെ രാമായണാണ് നാടകം. പകല് ജോലിയാ. പറഞ്ഞ തുകം കൂടെ സമ്മതിച്ചോ? അതല്ല വാസുണ്ണ, ഞാനിപ്പൊ അവരുടെ നാട്ടിൽ ചെന്ന് അവർക്ക് വേണ്ടി ഒരു കിണറ് കുത്തി കൊടുക്കണോന്ന്. കിണറോ? അപ്പൊ നാടകം കളിക്കണ്ടേ? അല്ലെന്നേ, നാശങ്ങളോട്ട് വിടുന്നില്ല. അവർക്കിപ്പൊ എന്നെ വേദപുരം കില്ലാടിയായിട്ട് അവരുടെ നാട്ടിൽ കൊണ്ട് എന്നെ കൊണ്ടൊരു കിണർ കുത്തിക്കണം. ചിലക്കാന്ന് പോകാൻ പറയടാ. എവിടെ പോകാൻ? അവന്മാരെന്റെ ചുറ്റും കൂടി വെറുതെ പേടിപ്പിക്കാം, വെറുതെ റൗണ്ട് ചെയ്യാന്ന്. അങ്ങനെയാണ് നീ ഒരു കാര്യം ചെയ്യ്. നിന്റെ അപ്പൂപ്പൻ ശങ്കു അലുവാങ്കു ആ പാതാള കൈ എടുത്ത് അങ്ങോട്ട് ചെന്നൂട്. അവന്മാരെ പറഞ്ഞു വിടാൻ ഒരു വഴിയുണ്ട്.
നമ്മുടെ നാട്ടിൽ കിണർ കുഴിക്കാൻ ഒരു കോലിന് 250 രൂപ മറ്റാണ്. നീ ലോകത്തെങ്ങും ഇല്ലാത്ത എടുത്താ പൊങ്ങാത്ത ഒരു റേറ്റ് പറ, അവന്മാരെ അപ്പ തന്നെ സ്ഥലം വിട്ടോളൂ. അത് ശരിയാ, അത് ആലോചിക്കാവുന്ന കാര്യമാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഒഴിയാൻ പറയുന്ന റേറ്റ് അല്ലേ, നമ്മൾ എന്തിനാണ് കുറയ്ക്കുന്നത്? നീ ഒരു കാര്യം ചെയ്യ്, ഇതിൽ പിടിച്ചോ, അപ്പൊ പൊക്കോളും. പൊയ്ക്കോളും. ഞാൻ എന്റെ കൂട്ടുകാരെ കേട്ടൊന്ന് ആലോചിക്കായിരുന്നു. പിന്നെ നിങ്ങൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു സൽക്കർമ്മ നിലയില് നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ബാബാ ഒരു സൽക്കർമ്മ നിലയില് എനിക്ക് ഈ പണി ഏറ്റാ കൊള്ളാന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ എന്റെ ഇപ്പോഴത്തെ പ്രശ്നം അതല്ലല്ലോ. ഇരിക്കും ഉള്ള സ്ഥലം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പൊ എന്താ പറഞ്ഞതെന്ന് വെച്ചാല്, ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത് ഈ സംഗീതവും നാടകവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട. ഭാഗ്യത്തിന് ഇക്കൊല്ലം റിഹേഴ്സൽ തുടങ്ങിയപ്പോ തന്നെ ഒരു 14 ബുക്കിംഗ് കിട്ടി. 14 നാടകത്തിന്റെ അഡ്വാൻസും വാങ്ങി. എല്ലാം കൂടി നല്ലൊരു തുകയുണ്ട്, ഏകദേശം ഒരു 10-40,000 ഉറപ്പിക്കാം. ഈ അഡ്വാൻസ് എല്ലാം തിരിച്ചു കൊടുത്ത് ഇത്രയും നാടൻ കളഞ്ഞിട്ട് വേണം ഞാൻ ഈ പണിയെ കേൾക്കാൻ. കൂടെ സഹകരിച്ചിരുന്നവരെ പട്ടിണിക്ക് എറിഞ്ഞു കൊടുത്തിട്ട് എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ പറ്റുമോ? അയ്യോ, എന്തു വെച്ചാൽ കിണർ കുടിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. അതെന്റെ കുലത്തൊഴിലാണ്, എന്റെ ചോറണേ. പിന്നെ ഈ നാട്ടു നിരപ്പ് അനുസരിച്ച് ഇപ്പോ കിണർ ഒഴിക്കുന്നതിന് ഒരു കോലിന് ഏകദേശം 250-300 രൂപ ഉണ്ടെന്നൊക്കെ കേൾക്കണത്. പിന്നെ എന്റെ ഇപ്പോഴത്തെ അവസ്ഥയില് ഈ നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് ഒരു കോലിന് 2500 രൂപ വെച്ച് എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ പറ്റുമോ? ചോദിക്കാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് ഒരു കോലിന് 2500 രൂപ വെച്ച് എനിക്ക് തന്നെ സഹായിക്കാമെങ്കിൽ നമുക്ക് നിങ്ങളുടെ ഉറപ്പിക്കാം. അല്ലെങ്കിൽ നമുക്കിവിടെ വെച്ചങ്ങോട്ട് പിരിയാം. എന്താ വേണ്ടെന്ന് വെച്ച് നിങ്ങളോട് തീരുമാനിക്കാം. ഒരു കോലിന് 2500 രൂപ വെച്ചുള്ള കരാറ് ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. ഇതാ 10,001 രൂപ അഡ്വാൻസ്. പിന്നെ കിണറിന്റെ പണി ഈ വരുന്ന പൗർണമിക്ക് തന്നെ തുടങ്ങണം. ഈ തിങ്കളാഴ്ച പൗർണമി. വേണ്ട സന്നാഹങ്ങളുമായിട്ട് കില്ലാടി ഞായറാഴ്ച രാവിലെ തന്നെ എത്തണം. എല്ലാം ഒരുക്കി ഞങ്ങൾ സ്വപ്നഭൂമിക്കാർ കാത്തിരിക്കും. ഒരു കോല് കിണർ കുത്തുന്നതിന് ലോകത്തെങ്ങും ഇല്ലാത്ത 2500 രൂപ റേറ്റ് പറഞ്ഞൊഴിയാൻ നോക്കിയതാ. പക്ഷെ അവരത് ഉറപ്പിച്ചു. എനിക്ക് അഡ്വാൻസ് തന്നു 10,000 രൂപ. എന്നിട്ട് അവര് പോയോ? അത് തിരിച്ചു കൊടുക്ക. തിരിച്ചു കൊടുക്ക എന്തിന്? പിന്നല്ലാതെ ഇവന് കിണർ കുത്തറിയാമോ? അവിടെ പോയിട്ട് എന്തോ നീയാ? ഏടോ കടല് കുത്തുന്ന കാര്യമില്ലല്ലോ, ചെറിയൊരു കിണർ കുത്തുന്ന കാര്യമില്ലേ? അതിന് ആകാശത്തിന് വേണം അഡ്വാൻസ് അവിടെ തിരിച്ചു കൊടുക്ക. വേണ്ടാതെ വയ്യാവേലി ചെന്നൊന്നും ചാടരുത്. ഇത് അവനെ കൊണ്ട് തിരിച്ചു കൊടുപ്പിക്കേ. അരി വാങ്ങാൻ കാശില്ലാതെ വിഷമിച്ചിരിക്കണ അമ്മയും കണ്ടിട്ടാ രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇത് ഞാൻ മടക്കി കൊടുക്കില്ല. അങ്ങനെ പിടിക്കേണ്ട അടുത്ത് പിടി. ഈ മുറുക്കാൻ പിടി. ഞാൻ അമ്മയെ കണ്ടിട്ട് വരട്ടെ. അമ്മേ, ദേ കണ്ടില്ലേ, കുലത്തൊഴിലിന്റെ ഒരു വിളി വന്നു. ഞാനും കുത്താൻ പോകാ ഒരു കിണറ്. എവിടാടാ? അതൊക്കെ അങ്ങ് ദൂരെയാ. ഇത് എളുപ്പം വാങ്ങിച്ചിട്ട് അമ്മ എന്നെ അനുഗ്രഹിച്ചേ. ഇത് വാങ്ങുന്നേരം അച്ഛനെ ധ്യാനിച്ചോ നീ? ധ്യാനിച്ചു. അമ്മ ഒന്ന് വാങ്ങിച്ചേ. പിതൃക്കൾ തന്നതാ മക്കളെ ഇത്. നീ ആദ്യമായിട്ട് കുലത്തൊഴിൽ ഏൽക്കുന്നത് അവര് കണ്ടോണ്ട് നിക്കുക. ഇന്ന് തന്നെ നിലവറയുന്ന് അലവാങ്കും പാതാള കൈയും കൊല്ലന്റെ കൈ കൊടുത്ത് ഒന്ന് രാഗിച്ചു വെക്കണം. വേദപുസ്തകവും പൂജാ സാധനങ്ങളും ഒക്കെ അമ്മയുടെ കൈകൊണ്ട് തന്നെ തന്ന് അമ്മ തന്നെ എല്ലാം പഠിപ്പിച്ചു തരണം. ആയിക്കോട്ടെ. എപ്പോഴാ പുറപ്പെടുക? മറ്റന്നാള്. വാസുട്ടാ, 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 ലാടന്മാരെ നാട്ടിൽ ചെന്ന് കിണർ കുത്തി കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രേമൻ അവരുടെ കയ്യിൽ നിന്ന് കാശ് വല്ലതും വാങ്ങിച്ചു അഡ്വാൻസ് ആയിട്ട്? വാങ്ങിച്ചു. വാസുട്ടാ, അവര് സ്വപ്നഭൂമിക്കാരാ. സ്വപ്നഭൂമിയിൽ ആരും അങ്ങനെ പോകാറില്ല. അങ്ങനെ ഒരു നാടാത്. അവരിവിടെ വന്നതിൽ എന്തോ ചതിയുണ്ട്. അല്ലെങ്കിൽ ഇത്രയും വലിയ തുകയ്ക്ക് ആരെങ്കിലും സമ്മതിക്കോ? കടുവാക്കാലിലെ പ്രേമം പിടിച്ചിരിക്കുന്നത്. അവൻ എങ്ങനെങ്കിലും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. പിന്തിരിപ്പിക്കാനോ? കാശ് വാങ്ങിച്ചിട്ട് അങ്ങോട്ട് ചെന്നില്ലേ അവര് കൂട്ടത്തോടെ മലയിറങ്ങി വരും. പിന്നെ കാഴ്ത്തുകത്തോണ്ടായിരിക്കും പോകുന്നത്. പ്രേമൻ ഇനി പോകാതിരിക്കാൻ പറ്റത്തില്ല. പോയാലും കുഴപ്പം, പോയില്ലേലും കുഴപ്പം. ഞാൻ അപ്പോഴേ വാസുണ്ണനോട് പറഞ്ഞത് ആ പൈസ തിരിച്ചു കൊടുപ്പിക്കാൻ. ആ പൈസയും കൊണ്ട് അവന്റെ അമ്മ ഇപ്പൊ ഓടി കിടന്ന് കടമൊക്കെ തീർത്ത് കാണും. ഇനിയിപ്പൊ എന്തോന്ന് ചെയ്യും വാസുണ്ണ? നീ വിഷമിക്കാതെടാ. പ്രേമന്റെ കൂട്ടത്തിൽ നമ്മളും അങ്ങോട്ട് പോവും. കിണറും കുത്തണ്ട, പൈസയും വേണ്ട, നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ഇവിടുന്ന് പോയി കിട്ടിയാൽ മതി എന്ന് അവരെ കൊണ്ട് പറയിക്കുന്ന ഒരു നാടകം കളിച്ച പോലെ. അത് ഞാൻ ഏറ്റടാ. ആരെയും വിമർശിക്കാൻ വേണ്ടി പറയുകയാണെന്ന് വിചാരിക്കണ്ട. കോലിന് 2500 രൂപ എന്ന് പറയുന്ന ഒരു അന്യായ കൂലി തന്നെ. വേദപുരം കില്ലാടി എങ്ങനെയെങ്കിലും കിണർ കുത്താൻ കൊണ്ടുവരണമെന്ന് നാട്ടുകൂട്ടം എന്നോട് പറഞ്ഞിട്ടുള്ളൂ.
അത് എന്ന് സമ്മതിപ്പിച്ച് കരാറാക്കിയിട്ടുമുണ്ട്. നാട്ടുനടപ്പനുസരിച്ചുള്ള കൂലിക്ക് പുറമെ ദക്ഷിണയായിട്ട് എത്ര രൂപ വേണമെങ്കിലും കൊടുത്തു. ഇവിടെ ആർക്കും ഒരു വിരോധവും ഇല്ല. പക്ഷെ സ്വപ്നഭൂമിക്കാരെ വെറും മരപ്പാവകളാക്കുന്ന ഈ കൂലി വേണ്ടായിരുന്നെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. കുടിവെള്ള പ്രശ്നം എങ്ങനെയെങ്കിലും എത്രയും വേഗം പരിഹരിക്കുക എന്ന് നാട്ടുകൂട്ടം കൂടി തീരുമാനിച്ചതാണ്. അതിന് കൂലിയുടെ കാര്യം പറഞ്ഞ് ഇനി ആശയക്കുഴപ്പം ഉണ്ടാക്കേണ്ട കാര്യമില്ല. കുടിവെള്ളം കിട്ടിയേ തീരൂ, അത് ജീവന്റെ പ്രശ്നമാണ്. അതിനുവേണ്ടി എന്തൊക്കെ ത്യജിക്കണോ അതൊക്കെ അങ്ങോട്ട് ത്യജിക്കുക, അത്രേ ഉള്ളൂ. ഏൽപ്പിച്ച ജോലി ഭംഗിയായി ചെയ്തു വന്നതിന് ഭുവനപ്പനെയും കൂട്ടരെയും നമ്മൾ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. ധിക്കാരം പറയുന്നു എന്ന് തോന്നരുത്. ഇപ്പോഴും എനിക്ക് അങ്ങോട്ട് ധൈര്യം കിട്ടിയിട്ടില്ല. കരാറാക്കിയപ്പോ തന്നെ തർക്കങ്ങളും തുടങ്ങിയില്ലേ? അച്ഛന്റെ മരണം ഉൾപ്പെടെ പഴയ ഭവിഷ്യത്തുകളെല്ലാം 8ാം വയസ്സിൽ കണ്ടു നിന്നവനാ ഞാൻ. മല്ലിയണ്ണൻ ഭയപ്പെടുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല. പഴങ്കഥകളൊക്കെ തൽക്കാലം നമുക്ക് മറക്കാം. എന്നിട്ട് ചതുർദശി നാളിൽ വരാൻ പോകുന്ന സുന്ദര കില്ലാടിയെ നമുക്ക് ആഘോഷപൂർവ്വം സ്വീകരിച്ച് ആ വരവ് ഒരു മഹോത്സവമാക്കി മാറ്റാം. എന്ത് ഡാ? രക്ഷിക്കണേ, ഉപേക്ഷിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് കൂട്ടിയിട്ട് വന്നിട്ട് ഡായ. എടാ പോടാന്ന് വിളിച്ചാൽ ശരിയാവില്ല. നമ്മളൊന്നും ശരിയാവില്ല, ഒട്ടും ശരിയാവില്ല. ആ ഞങ്ങളുടെ മണ്ണി വന്ന് ആഭാസം കെട്ടിയാലുണ്ടല്ലോ, കയ്യും കാലും മാത്രമല്ല ചിലപ്പോ കഴുത്ത് വെട്ടിക്കളയും. പറഞ്ഞേക്കാം, ഇവിടെ ചില രീതികളും ആചാരങ്ങളൊക്കെ ഉണ്ട്. അതിനെ അവഹേളിക്കാമെന്ന സൈക്കിള് ഞങ്ങള് വിളിച്ചു വരുത്തിട്ട് അപമാനിക്കുക. നിങ്ങൾക്കൊക്കെ രീതികൾ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കുണ്ട് രീതികൾ, ആചാരങ്ങളൊക്കെ. അതിനൊന്നും തൊട്ട് കളിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. വെള്ളം വേണമെങ്കിലേ കുറച്ചൊക്കെ ആചാരം കളഞ്ഞു വിളിക്കണം. ഞാനൊന്നും നോക്കില്ല. എനിക്കിപ്പോ തുള്ളിച്ചാടണമെന്ന് തോന്നിയാൽ ഞാനിങ്ങനെ തുള്ളിച്ചാടും. ഒന്ന് കൂവണം തോന്നിയാ കൂവും. അല്ലേ വേണ്ട. ഇനിയും നിങ്ങൾക്ക് എന്നെ പിടിക്കുന്നില്ല ഈ പറഞ്ഞേക്ക്. ഞാനിപ്പോ പോയേക്കാം. നമുക്ക് സ്നേഹത്തിൽ തന്നെ പിരിയാം. എന്താ പിരിയാനോ? വിടരോമനെ മതി. എന്തൊക്കെ വേണോ അതൊക്കെ ചെയ്യാം. ഞങ്ങളെ അവമാനിക്കുകയോ അവഹേളിക്കുകയോ എന്ത് വേണമെങ്കിലും ആവാം. ഞങ്ങൾക്ക് വഴക്കില്ല. കില്ലാടി കുടുംബക്കാരുടെ രീതിയും ആചാരങ്ങളും ഒന്നും കളയണ്ട. കൂടണമെങ്കിൽ കൂവാം, തുള്ളണമെങ്കിൽ തുള്ളാം. അതല്ല തിരിച്ചു പോകണമെങ്കിൽ അതുമാവാം. പക്ഷേ കിണർ കുഴിച്ചിട്ട് മാത്രം. മനഃപൂർവ്വം കോപ്രായങ്ങൾ കാണിച്ചാല് തന്ന കാശ് തിരിച്ചു വാങ്ങിച്ച് പറഞ്ഞയക്കെന്ന് വ്യാമോഹിക്കണ്ട. അപ്പൻ ശ്രീകണ്ഠൻ കില്ലാടിയുടെയും അപ്പൂപ്പൻ ബൊമ്മിച്ചാമി കില്ലാടിയുടെയും ആത്മാക്കൾ കിടന്ന് പിടയ്ക്കും. ചോദിച്ച പണം കയ്യിൽ വന്ന് വീണത് ആ പൂർവികരുടെ പ്രീതി കൊണ്ടാണെന്ന് കരുതിയാൽ മതി. എന്തെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ കേട്ടത് മുഴുവൻ സത്യമാണ്. കുഴിക്കാനിറങ്ങുന്ന മേസ്തിരിയെ മണ്ണിനടിയിൽ കാത്തിരിക്കുന്നത് മരണം മാത്രമാണ്. ഓരോ കോല് കുഴിക്കുമ്പോഴും മരണത്തിന്റെ മെതിയടി ശബ്ദം അടുത്തടുത്ത് വരുന്നത് കേൾക്കാം. പക്ഷേ ഈ മണ്ണും ഈ ഭൂമിയും കില്ലാടി കുടുംബത്തിൽപ്പെട്ട ആരെയും ചതിക്കില്ലെന്ന് വിശ്വാസമുള്ളത് കൊണ്ടും പ്രശ്നത്തിൽ അത് തെളിഞ്ഞതുകൊണ്ടുമാണ് വിളിപ്പിച്ചത്. അധ്വാനിക്കാൻ നീയും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങളുമുണ്ട്. നാളെയാണ് പൗർണമി. പൂജാകർമ്മങ്ങൾ കഴിഞ്ഞ് സ്ഥാനം നിശ്ചയിച്ച് സ്ഥലപൂജ കഴിച്ച് നാളെ തന്നെ കിണർ കുഴിക്കാൻ തുടങ്ങണം. അത് നിർബന്ധമാണ്. ഇഷ്ടമായാലും ഇല്ലെങ്കിലും ആചാരങ്ങൾ ഞങ്ങൾ മുടക്കുന്നില്ല. കുറച്ചു മാറി ഒരു പഴയ കെട്ടിടമുണ്ട്. അവിടെയാണ് താമസം ഒരുക്കിയിരിക്കുന്നത്. കുട്ടികൾ പോയിക്കോളൂ. വരും, നടന്നോളൂ, നടന്നോളൂ. എന്താണ് എങ്ങോട്ടാണ് ഈശ്വരാ? വേണോ? ഇവരെ കൊണ്ട് തന്നെ ഈ മണ്ണിനെ നോവിപ്പിക്കണോ? എല്ലാം ഭംഗിയായിട്ട് നടക്കാൻ ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുമല്ലേ അണ്ണ. വാസുവണ്ണൻ ഇപ്പൊ സമാധാനമായല്ലോ. വലിയ നാടക ഐഡിയ ഒക്കെ ഇട്ട് വിളിച്ചോണ്ട് വന്നല്ലേ. എന്നിട്ട് ഇപ്പൊ എന്തായി? ഇത് ഇത്രയും ഏടാകുളം പിടിച്ച സ്ഥലമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു മോനെ. ഇനിയിപ്പോ എന്താ ചെയ്യാ? 3 ഭാഗത്തും കൊടുങ്കാടാ. അവിടെ നരഭോജികളായ കാട്ട്യാദിക്കാരും കാട്ടുമൃഗങ്ങളും ഒറ്റയാൻ വെക്കുക.
നേരെയുള്ള വഴിക്ക് പോവാന്ന് വിചാരിച്ച സ്വപ്നഭൂമിക്കാര് പിടികൂടും. സ്വപ്നഭൂമിക്കാരി എന്ന് വേണമെങ്കിൽ നമുക്ക് ഒളിച്ചോടാം. പക്ഷേ വേദപുരം കില്ലാടിമാരുടെ പരദേവതയുടെ കണ്ണിൽ നിന്ന് ഒളിച്ചോടാൻ എനിക്കൊരിക്കലും പറ്റില്ല. കാർന്നോന്മാരുടെ ആത്മാക്കൾ എന്നോട് പൊറുക്കില്ല. ഞാൻ ഈ കിണർ കുഴിക്കാൻ പോവാ. എന്റെ ഉള്ളിലിരുന്ന് ആരോ എന്നോട് പറയുന്ന പോലെ മുമ്പോട്ട് മുമ്പോട്ടെന്ന്. അച്ഛനെ വണങ്ങി അച്ഛന്റെ പണിയായുധങ്ങളും അമ്മ തന്ന പൂജാ സാമഗ്രികളൊക്കെ എടുത്ത് വേദപുസ്തകം നോക്കി കിണർ പണിയുടെ ശാസ്ത്രം പഠിക്കാൻ പോവുക ഞാൻ ഈ രാത്രിയില്. രാവിലെ സ്വപ്നഭൂമിയിലെ കിണറിന്റെ പണി തുടങ്ങാൻ.